ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 8ാമത്തെ പാർട്ടാണ് എനിക്കതിലെ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇവളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണ്ടാനും മോളെ. ഇവളെ ആള് ശരിയല്ല. സാറ് ക്ലാസ് എടുക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ലഞ്ച് ബ്രേക്ക് ആയതും പറഞ്ഞേ നോക്കി വേണി പറഞ്ഞു. അത് ശരിയാ, പഠിപ്പികളൊന്നും നമ്മുടെ കൂട്ടത്തിൽ വേണ്ട. ഡേ, അതിനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും, പക്ഷെ പഠിച്ചു എന്നെങ്ങാനും പറഞ്ഞാണ്ടല്ലോ. പിന്നെ നീ എന്താ സാറ് ക്ലാസ് എടുക്കുമ്പോൾ ചെയ്തിരുന്നേ? ഞാൻ എൻ്റെ ഈ മാസത്തെ എക്കണോമിക് പ്ലാനിങ് നോക്കായിരുന്നു. അത് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ബുക്ക് അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുത്തു. അടുത്ത മാസം 10ാം തീയതിയാണ് ഫീസ് അടയ്ക്കണ്ടേ. ഞാൻ ഈ മാസം ലാസ്റ്റ് അല്ലേ ജോലിക്ക് കയറിയത്. അപ്പൊ എനിക്ക് അടുത്ത മാസം അവസാനല്ലേ സാലറി കിട്ടൂ. അപ്പൊ ഫീ എങ്ങനെ അടയ്ക്കുക? ഇതാണ് ഇത്ര വലിയ കാര്യം. നമുക്ക് ഓണറോട് കാര്യങ്ങൾ പറഞ്ഞ് സാലറി മുൻകൂട്ടി വാങ്ങാം. ഓണർ കുറച്ച് മനസാക്ഷിക്കുള്ള കൂട്ടത്തിലാ. അനു പറഞ്ഞു. എന്നാലും ബാക്കി 7,000 രൂപ എങ്ങനെ ഉണ്ടാക്കുക? വേണി ചോദിച്ചു. അത് ശരിയാണ്, ഒരു മാസത്തെ സാലറി അല്ലേ നമുക്ക് മുൻകൂട്ടി വാങ്ങാൻ പറ്റൂ. ബാക്കി എന്ത് ചെയ്യും? അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. 2,000 എൻ്റെ കയ്യിലുണ്ട്. അതന്ന് വീട്ടിൽ പോയപ്പോ അമ്മായി തന്നതാ. ബാക്കി പിന്നെ എൻ്റെ മോതിരണ്ട്, അത് പണയം വെക്കാം. 8,000 + 2,000 + 5,000 15,000. ഓക്കെ, സെറ്റ്. പറഞ്ഞ ബുക്കിൽ എഴുതിക്കൊണ്ട് പറഞ്ഞു. ബാക്കി ചർച്ചയിന് ഫുഡിങ്ങിന് ശേഷം അവർ പാത്രവുമായി സ്ഥിരം സ്ഥലത്തേക്ക് നടന്നു. എടി പറഞ്ഞേ, ഒന്ന് പതിയെ കഴിക്കാൻ, ആരും കൊടുത്തോണ്ട് പോവില്ല. പറഞ്ഞ കഴിക്കുന്ന കണ്ടി വേണി പറഞ്ഞു. ഒന്ന് പോയടി, ഹോട്ടലിലെ ഫുഡൊക്കെ കഴിച്ച മനുഷ്യന് മടുത്തു. അപ്പൊ നിന്റെ ഫുഡ് വീട്ടിൽ വെക്കില്ലേ? പിന്നെ വെക്കാൻ വല്ലതും വേണ്ടേ? കുറെ പാത്രങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല. ഒരു കിണറുള്ളത് കൊണ്ട് വെള്ളം പുറത്തൊന്നും വാങ്ങണ്ടാക്കണ തന്നെ. ഹോട്ടൽ ഫുഡ് കഴിച്ച് നിനക്ക് മടുക്കില്ലേ? പിന്നില്ലാതെ, വേറെ വഴിയില്ലാത്ത കാരണം കഴിക്കാന്നെ. നമുക്ക് പോകുമ്പോ കുറച്ച് സാധനങ്ങൾ വാങ്ങാം, അനു പറഞ്ഞു. അതെ, സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പൈസക്ക് പകരം നിന്നാളെ പണയം വെക്കാം, വർണ്ണം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് കാര്യായിട്ടാ പറഞ്ഞേ. നമുക്ക് പോകുമ്പോ നിനക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാം. പൈസയുടെ കാര്യം നീ ആലോചിക്കണ്ട. പിന്നെ പൈസ കൊടുക്കാതെ സാധനങ്ങൾ കിട്ടൂ. ഞങ്ങളെല്ലാം മാസം അവസാനം അടിച്ചു പൊളിച്ചും മിച്ചം വെക്കുന്ന കുറച്ച് പൈസയുണ്ട്, തൽക്കാലം അതെടുക്കാം. ഏയ്, അതൊന്നും വേണ്ടാടി. വെറുതെ ഒന്നല്ല, സാലറി കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ പറയുന്ന സാധനം നീ വാങ്ങി തരണം. എനിക്ക് ബിരിയാണി മതി, നിനക്ക് വേണി? എനിക്ക് പൊറോട്ടയും ബീഫും, അവർ ചിരിയോടെ പറഞ്ഞ അവർ ഇരുവരെയും കെട്ടിപ്പിടിച്ചു. വെറും 2 ദിവസത്തെ പരിചയം കൊണ്ട് പോലും അവരിങ്ങനെ സ്നേഹിക്കുന്നു. അതാലോചിച്ച് വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, വർണ്ണക്കുട്ടി കരയ? വേണി അവളുടെ കണ്ണു തുടച്ചു. കരയേ? ഞാനോ? അതിന് ഞാൻ സീരിയൽ നായികയൊന്നുമല്ല. ഇത് വർണ്ണ ദേവദത്തൻ. പിന്നെ എന്തിനാ നിന്റെ കണ്ണ് നിറഞ്ഞേ? അനു ചോദിച്ചു. അത് പിന്നെ ഉള്ള മുളകെല്ലാം കറിയിലിട്ട കഴിക്കുന്ന ആളുടെ കണ്ണ് നിറയില്ലേ എരിഞ്ഞിട്ട്? നടക്കട്ടെ. ഇപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. വർണ്ണാദേവദത്തൻ. വേണി കളിയാക്കാൻ തുടങ്ങി. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവൾ അത്യാവശ്യമായി ചില സാധനങ്ങൾ വാങ്ങി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പലചരക്ക് സാധനങ്ങളും പിടിച്ച് റോഡിലൂടെ നടക്കാൻ കുറച്ച് മടിയാണ്. അതുകൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങി അവർ 3 പേരും ബാഗിൽ നിറച്ചു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി സിപ്പപ്പും കഴിച്ചു വരുമ്പോഴാണ് തങ്ങൾക്ക് നേരെ ദത്തൻ ബുള്ളറ്റ് വരുന്നത്. വർണ്ണ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ ദത്തൻ അവരെ കടന്നു പോയതും വർണ്ണ തിരിച്ച് അവന്റെ ബുള്ളറ്റിന് പിന്നാലെ ഓടി. ബാക്കിൽ ഓടി വരുന്ന വർണ്ണയെ വണ്ടിയുടെ മിററിലൂടെ കണ്ടതും ദത്തൻ വേഗം വണ്ടി നിർത്തി. അവൾ ഒരു കിതപ്പോടെ അവന്റെ മുന്നിൽ വന്നു നിന്നു. വൈകുന്നേരം വരുമ്പോഴേ വർണ്ണയ്ക്ക് കിതച്ചുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്തോന്ന് അവൻ മനസ്സിലാവാതെ ചോദിച്ചു. വൈകുന്നേരം വരുമ്പോ പരിപ്പോട വേണ്ട, അത് കഴിച്ചു മടുത്തു, പഴംപൊരി മതിയിട്ടാ. ദത്തൻ തിരികെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ കൂട്ടുകാരികളുടെ അരികിലേക്ക് ഓടി. ഇനി അവിടെ നിന്നാൽ ദത്തന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരുമെന്ന് അവൾക്കും അറിയായിരുന്നു. അവർ 3 പേരും നേരെ പോയത് വർണ്ണയുടെ വീട്ടിലേക്കായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വർണ്ണക്കുട്ടിയുടെ വീട് അല്ലേ? വർണ്ണയുടെ വീട് നോക്കി അനു പറഞ്ഞു. അതെ, ഇതാണ് എന്റെ കൊട്ടാരം. ഇതുവഴി പലതവണ പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് കയറണേ. കാരണം ദത്തനെ പേടിച്ചിട്ട് ഒരാൾ പോലും ഈ വീടിന്റെ പടി ചവിട്ടില്ല, വേണി പറഞ്ഞു. വർണ്ണ ചെടിച്ചട്ടിയിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്നകത്തേക്ക് കയറി. ഇതെന്താടി പ്രേതഭവനാ?
അകത്തേക്ക് കയറിയത് വേണി ചോദിച്ചു. ഇതൊന്നും ആയിരുന്നില്ല മക്കളെ, ഇതിലപ്പുറായിരുന്നു, ഒരു വിധം ഞാൻ ഒതുക്കി വെച്ചതാ. അവൾ അകത്തേക്ക് കയറിക്കൊണ്ട് ബാഗിൽ ബെഡിലിട്ടു. ബാഗിലെ സാധനങ്ങളെല്ലാം എവിടെയാ വെക്കുക? നല്ല വെയിറ്റ്. അനു ചോദിച്ചു. അത് അടുക്കളയിലേക്ക് വെക്കാം. അത് പറഞ്ഞ അവർ അടുക്കളയിലേക്ക് നടന്നു. ബാഗിലെ സാധനങ്ങളെല്ലാം പുറത്തു വെച്ചു. എന്നാ നമുക്ക് പാല് കാച്ചാലോ പറഞ്ഞു ചോദിച്ചു. തൽക്കാലം കാച്ചാൻ പാലില്ല, നമുക്ക് കട്ടൻ കാച്ചാം. അത് പറഞ്ഞു വേണി ചായപാത്രം എടുത്ത് വെള്ളം നിറച്ചു. അപ്പോഴേക്കും അനു അടുപ്പ് കത്തിച്ചു. നിന്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഞങ്ങളെ നീ പണിയെടുപ്പിക്കുകയാണല്ലേ ദുഷ്ടി. സ്ലാബിന് മുകളിൽ കയറിയിരിക്കുന്ന വർണ്ണയെ നോക്കി അവർ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു കാണിച്ചു. വേണി തന്നെയാണ് 3 പേർക്കുള്ള കട്ടൻ ചായ ഉണ്ടാക്കിയത്. ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ് അവർ വേഗം തന്നെ അവിടെ നിന്നിറങ്ങി. വർണ്ണയുടെ വീടിന് മുമ്പേ ഒരു 10 വീട് അപ്പുറത്തായാണ് അനുവിന്റെയും വേണിയുടെയും വീട്. അവർ പോയതും വർണ്ണ വേഗം കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. സമയം കുറെ കഴിഞ്ഞിട്ട് ദത്തം വന്നിരുന്നില്ല. വിളക്ക് വെച്ചവൾ ദത്തനെ നോക്കി ഉമ്മറ തന്നെയിരുന്നു. ഇവനെന്ത് ഇത്ര നേരമായിട്ടും വരാത്തെ? ഇനി പഴംപൊരി കൊണ്ടുവരാൻ മറക്കുമെന്തോ? താടിക്ക് കൈ കൊടുത്ത് അവൾ പടിക്കൽ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് ദത്തന്റെ ബുള്ളറ്റ് മുറ്റത്ത് വന്നു അവൾ പുറത്തേക്ക് ഇറങ്ങി. നീ ഇതെവിടെയായിരുന്നു ദത്ത? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യണു. ഞാൻ പറഞ്ഞ സാധനം കിട്ടിയാ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. എന്ത് സാധനം? ദത്തൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി. ദത്ത അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. എനിക്ക് എവിടെ എന്റെ പഴംപൊരി? പിന്നെ എനിക്ക് അതല്ല പണി. നീ പറഞ്ഞൊക്കെ വാങ്ങിച്ചു തരാൻ ഞാൻ ആരാ? നിന്റെ തന്തയാ? വാങ്ങിച്ചു തരാൻ തന്ത ഉണ്ടായിരുന്നു ഞാൻ നിന്നോട് പറയോ? എന്താ നിന്റെ കയ്യിലെ കവറില്? അവളുടെ മുഖത്തെ ആകാംക്ഷ കണ്ട് ദത്തന് ചിരി വന്നിരുന്നു. വർണ്ണ കയ്യിലെ കവർ വാങ്ങിക്കാൻ നിന്നതും ദത്തൻ അത് ഉയർത്തിപ്പിടിച്ചു. വർണ്ണ അത് ചാടി പിടിക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല. ദത്ത വെറുതെ എന്നെ കളിപ്പിക്കാതെ അതിങ്ങ് തന്നെ. അവൻ കുറെ ശ്രമിച്ചെങ്കിലും പിടിക്കാൻ കിട്ടുന്നില്ല. ഈ വർണ്ണ അവനൊന്നും തോറ്റു തരില്ല ദേവദത്ത. അവൾ വേഗം ദത്തന്റെ ബുള്ളറ്റിൽ നിന്ന് കീ എടുത്തു. ഞാൻ 5 വരെ എണ്ണും. അതിനുള്ളിൽ കവർ തന്നില്ലെങ്കിൽ പിന്നെ ബുള്ളറ്റിന്റെ കിന്നി പുഴയിൽ നിന്ന് മുങ്ങിയടിക്കേണ്ടി വരൂട്ടാ. അവൾ കീ വീശിക്കൊണ്ട് പറഞ്ഞതും അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന ദത്തന്റെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു. ബോധമില്ലാത്ത പെണ്ണാണ്. കീ എങ്ങാനും പുഴയിലൊട്ട തിരിഞ്ഞു പിടിക്കാൻ പോലും പറ്റില്ല. വിട്ടുകൊടുക്കുന്ന ബുദ്ധി. അയ്യോ പൊന്നെ, ചതിക്കല്ലേ. നീ പറഞ്ഞ സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടെന്നാ. ദത്തൻ കയ്യിലെ കവർ അവൾക്ക് നേരെ നീട്ടി. കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്താ നിന്റെ അഹങ്കാരം? ഇന്നലെ നീ എന്നെ വഴക്ക് പറഞ്ഞില്ലേ നിന്റെ ചെണ്ട എടുത്തേന്? ഞാൻ തൊട്ടെന്താ ഉരുകി പോവാത്? അത് നല്ല കഴിഞ്ഞ കാര്യല്ലേ. നീ അത് മറന്നേക്ക്. എന്താ ഇത് വാങ്ങിട്ടാ കീ ഇതാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിനക്ക് കീ തരണ വേണ്ടിയൊന്ന്? അവൾ കീ വിരലിൽ കറക്കിക്കൊണ്ട് പറഞ്ഞു. ദത്തന്റെ പൊന്നു ആളിന്റെ ആ കീങ്ങതാ. ദത്തന്റെ ആ ഡയലോഗ് പറഞ്ഞ മൂക്കും കുത്തി വീണു. കയ്യിലുള്ള കീയും ബുള്ളറ്റ് തിരികെ വെച്ച് ദത്തന്റെ കയ്യിൽ നിന്ന് കവർ വാങ്ങി അകത്തേക്ക് നടന്നു. ശേഷം വീണ്ടും അവന്റെ അരികിലേക്ക് തിരികെ വന്നതും ദത്തൻ എന്താ എന്ന രീതിയിൽ അവളെ നോക്കി. ദത്തന്റെ പൊന്നുമോള്, ആ വാക്ക് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതാ കീ തിരിച്ചു തന്നെ. ഇനി എന്റെ ഹൈറ്റിനെ കളിയാക്കിയാ ശരിക്കും നിന്റെ കീ ഞാൻ പുഴയിൽ കളയും. പറഞ്ഞ സുമാവാ. അത് പറഞ്ഞ അവൾ അകത്തേക്ക് ഓടി. അവളുടെ സംസാരവും ചിരിയും ഓട്ടവും കണ്ട് അവനും ചിരി വന്നു. അവൻ നേരെ തോർത്തെടുത്ത് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്ന് പറഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റി ഫോണും എടുത്ത് ഉമ്മറത്തെ ചേറി വന്നിരുന്നു. തെറ്റാ പറഞ്ഞ നീട്ടി വിളിച്ചവൻ ഫോണിൽ നിന്ന് തല ഉയർത്തി നോക്കി. ഒരു കയ്യിൽ പഴംപൊരിയും മറ്റേ കയ്യിൽ കട്ടൻ ചായയായി നിൽക്കുന്ന പറഞ്ഞ. ഇവളൊരു കയ്യിൽ പഴംപൊരിയും അടങ്ങിയ പ്ലേറ്റ് തിന്നൽ വെച്ചു. മറ്റേ കയ്യിലെ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന 2 ഗ്ലാസ്സുകളിൽ ഒന്നെടുത്ത് ദത്തന് കൊടുത്തു. ഇതെവിടുന്ന? അവൻ ചായ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. അതല്ല ഞാൻ ചോദിച്ചേ, ഇതുണ്ടാക്കാനുള്ള സാധനങ്ങൾ എവിടുന്നാന്ന്? ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങളോ? ആ, ഞാനും അനുമേണിയും. അതിന് നിനക്ക് എവിടുന്ന കാശ്? അനുമേണി തന്നതാ എന്ന് പറഞ്ഞ അവരെവിടുന്ന കാശെന്ന് അവര് ചോദിക്കും. അപ്പൊ പാർട്ട് ടൈം ജോലിയുടെ കാര്യം പറയേണ്ടി വരും. ഈ കാലിന് എന്തൊക്കെ അറിയണം? കിട്ടിയ ചായ കുടിച്ചിട്ട് മുണ്ടാതിരുന്നാ പോരെ. ഡി, നിന്നോടാ ഞാൻ ചോദിച്ചത് എവിടുന്ന പൈസ എന്ന്. അത് ദത്തൻ കുറച്ച് ഗൗരവത്തിലാ ചോദിച്ചത്. അത് ഞാൻ വീട്ടിൽ പോയപ്പോ അമ്മായി പൈസ തന്നിരുന്നു, അതുകൊണ്ട് വാങ്ങിയതാ. നിന്നോട് ആരാ പൈസ വാങ്ങിക്കാൻ പറഞ്ഞേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞ, പക്ഷെ അമ്മായി കേട്ടില്ല. ദത്തൻ ഗൗരവത്തിലൊന്ന് മൂളിക്കൊണ്ട് ചായ ഒന്ന് കുടിച്ചു നോക്കി. വാരണാസിന്നയിൽ ചമ്മറം പടിഞ്ഞിരുന്ന ചായ കയ്യിലെടുത്തു. ദത്തൻ ഇടം കന്നിട്ട് അവളെ ഒന്ന് നോക്കി. ചായ ഒരു സിപ്പ് എടുത്തതും അവൾ അതേ അപ്പൊ തന്നെ മുറ്റത്തേക്ക് തുപ്പി. അയ്യേ, ഇതെന്തിങ്ങനെ കഴിക്കണേ?
അതെന്നോടാണ് ചോദിക്കണത്, നീയല്ല ഉണ്ടാക്കിയേ? ദത്തൻ ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ എന്തോ ഒരു കുഴപ്പം, ഇനി ചായപ്പൊടിയുടെ കുഴപ്പമാണോ? അങ്ങനെ വരാൻ സാധ്യതയില്ല, കുറച്ചു മുമ്പ് കുടിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നു. നിനക്ക് ശരിക്കും ചായ ഉണ്ടാക്കാൻ അറിയില്ലേ? ദത്തൻ ചോദിച്ചു. ചായ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ കട്ടൻ ചായ അറിയില്ല. അവിടെ അമ്മയുടെ വീട്ടിലെ പാൽ ചായയാണ്. 2 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് പാല്, 8 സ്പൂൺ പഞ്ചസാര, 3 സ്പൂൺ ചായല. ഇവിടെ 4 പേർക്കും ഞാനാ ഉണ്ടാക്കാറ്. ഇവിടെ നമ്മൾ 2 പേരല്ലേ ഉള്ളോ, അപ്പൊ 2 ഗ്ലാസ് വെള്ളം, 4 സ്പൂൺ പഞ്ചസാര, 1.5 സ്പൂൺ ചായല. 1.5 സ്പൂണോ? കട്ടൻ ചായയിൽ ആരെങ്കിലും ഇത്രയും ചായയിലിടുവോ? നീയൊക്കെ ഏത് കോളേജിലാ പഠിക്കണേ? അതിന് കോളേജിൽ ചായ വെക്കാനല്ല പഠിപ്പിക്കണേ. അത് പറഞ്ഞ അവൾ ചായ ഗ്ലാസ് എടുത്ത് അകത്തേക്ക് പോയി. ദത്തൻ തന്റെ ഗ്ലാസ് അടുക്കളയിൽ വെക്കാൻ പോകുമ്പോ പറഞ്ഞ അടുക്കളയിൽ പടിയിലിരുന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു. ഡി, എന്തേ? നിനക്ക് 1000 രൂപ തന്നെ? ആര്? നിന്റെ അമ്മായി. 2000. എന്തേ? ഒന്നുമില്ല. അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. അരമണിക്കൂർ കഴിഞ്ഞ് കൈ 2 കവറുമായി അവൻ തിരികെ വന്നു. അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളായിരുന്നു അത്. ഇനി നീ ആരുടെ കയ്യിൽ നിന്നൊന്നും പൈസ വാങ്ങാൻ നിൽക്കണ്ട. അങ്ങനെങ്ങാനും ഞാൻ അറിഞ്ഞ നിന്റെ കൈയും കാലും തന്റെ ഒടിച്ച് മൂലക്കിരുത്തും ഞാൻ. ഇനി ആര് നിർബന്ധിച്ചാലും വേണ്ടാന്ന് പറഞ്ഞു, കേട്ടല്ലോ? ദത്തൻ അലറിയതും അവൾ തലയാട്ടി. അവൻ വേഗം തന്നെ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. വർണ്ണയ്ക്ക് രാത്രിയിലേക്കുള്ള ഫുഡും അതിലുണ്ടായിരുന്നു. ദത്തനെ കുറെ നേരം കാത്തിരുന്നെങ്കിലും അവൻ വന്നില്ല. അതുകൊണ്ട് വർണ്ണ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ദത്ത, ദത്ത! വർണ്ണയുടെ വിളി കേട്ടാണ് അവൾ രാവിലെ ഉറക്കമുണർന്നത്. കുളിച്ച് തലയിൽ തോർത്ത് കെട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്ന വർണ്ണ. ചായ. പുഞ്ചിരിയോടെ ദത്തനും ഗ്ലാസ് നീട്ടി. എനിക്കൊന്നും വേണ്ട നിന്റെ വാട്ട ചായ. ഇതും നിന്റെ പോലെ അല്ലടാ, നല്ല ചായ. ഞാൻ രാവിലെ കേശവനോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയേ. നല്ലതാ, ഒന്ന് കുടിച്ചു നോക്ക്. അത് പറഞ്ഞു വർണ്ണ ഗ്ലാസ് തന്റെ ചുണ്ടോട് ചേർത്തു. നിനക്ക് ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല. അവൻ ഗ്ലാസ് വാങ്ങി തിണ്ണയിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. ഓ പിന്നെ, പല്ല് തേച്ചാലെ മഹാന് ചായ ഇറങ്ങുള്ളോ. ഞാനൊക്കെ രാവിലെ പല്ല് തേക്കാതെ ചായ കുടിക്കൂലോ. അയാൾ പെറുപെറുത്തോണ്ട് പുഴക്കടവിലേക്ക് നടന്നു. തന്റെയും ദത്തന്റെയും ഗ്ലാസുകൾ, ഡ്രസ്സുകളെല്ലാം അലക്കി അഴയിൽ വിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്നു നിന്നത്. അവൾ ബാക്കിയുള്ള തുണികൾ കൂടെ വിരിച്ച ശേഷം ഉമ്മറത്തേക്ക് നടന്നു. ദേവ! ഹോട്ടലിൽ നിന്നിറങ്ങിയ ഒരു സ്ത്രീ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. കോകിലെ, നീ എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ? കൊച്ചിയിലെ നിങ്ങളുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞോ? അതെന്താടാ ദേവ, നിനക്ക് എനിക്ക് പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. കൊച്ചിയിലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു, ഇനി തിരുവനന്തപുരത്തൂടെ ഉണ്ട്. അടുത്ത മാസം ഉത്സവല്ലേ, അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതെന്തായാലും നന്നായി. ഈ പ്രാവശ്യം നിന്റെ ഗാനമേള വേണം, എന്നാലേ ഉത്സവം തകർക്കൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ കല്യാണം കഴിഞ്ഞു കേട്ടു. എവിടെ നിന്റെ ഭാര്യ? അവളെങ്ങാനും കാണാനും കൂടി ഇല്ലല്ലോ. അവളെ കാണാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അത് കേട്ട വീടിന്റെ സൈഡിലായി നിന്നിരുന്ന വർണ്ണ ഒന്നും അറിയാത്ത പോലെ ഉമ്മറത്തേക്ക് വന്നു. ഇതേതാ കൊച്ച്? കെട്ടിയൊരു കൊച്ചുള്ള പെണ്ണിനെയാണ് നീ കെട്ടിയത് ദേവാ? കോകുല വർണ്ണയെ നോക്കി ചോദിച്ചു. ഇതാണ് വർണ്ണ. ഇതാണ് നിന്റെ ഭാര്യ? ഇതിനെ നീട്ടി നിൽക്കാൻ പോലും ജീവനില്ലല്ലോ. സ്കൂൾ കുട്ടിയാണോടാ നീ കെട്ടിയത്? ഇതിപ്പോ നിങ്ങൾ 2 പേരും കൂടെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഏട്ടനെ നീറ്റിയാന്ന് പറയുള്ളോ. കോകില കളിയാക്കി പറഞ്ഞു. ഏതോ വലിയ തമാശ കേട്ട പോലെ ദത്തൻ ഉറക്കെ ചിരിച്ചു. വർണ്ണ ദേഷ്യത്തിൽ അവർ 2 പേരെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി. ഈ പെണ്ണും പിള്ളക്ക് ഇവിടെ എന്താ കാര്യം? ഇവളുടെ ഒരു തമാശ. എനിക്കെന്താ ഒരു കുറവ്? കണ്ടാ പ്രായം തോന്നിക്കില്ല എന്നല്ലേ ഉള്ളു. അത് നല്ലതല്ലേ? അയാൾ പെറുപുറത്തോണ്ട് കണ്ണാടിക്ക് മുന്നേ വന്നു നിന്നു. എന്നും മുതൽ സാധാരണ കഴിക്കുന്ന ഫുഡിന്റെ ഇരട്ടി കഴിക്കണം, എന്നിട്ട് തടി വെക്കണം, പിന്നെ ഒരു ഹീ ചെരുപ്പും കൂടെ വാങ്ങണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കണ്ണാടി നോക്കി മനസ്സ് ഉറപ്പിച്ചു. എങ്ങനെയുണ്ട് ദത്ത? എന്റെ അഭിനയം സൂപ്പർ അല്ലേ? കോകില പാതിയെ ചോദിച്ചു. കുഴപ്പമില്ല, പക്ഷെ നിന്റെ തേവൻ വിളി കുറച്ച് ഓവറായിരുന്നു. ഇതെങ്ങാനും എന്റെ ജിത്തു എന്നറിഞ്ഞാലുണ്ടല്ലോ എന്നെ കൊല്ലും. അവനോട് ഞാൻ പറഞ്ഞോളാം. ഇവര് വന്നിട്ട് കുറെ നേരമായില്ലോ. ഇനി സ്ഥിര താമസാക്കാനോ പരിപാടി? വർണ്ണ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ദത്തനും കോകിലയും തിണ്ണയിൽ അടുത്തിരുന്ന് കാര്യമായ എന്തോ സംസാരത്തിലാണ്. ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെന്താ പോവാത്തെ? എനിക്കാണെങ്കിൽ ഇറങ്ങാനും നേരായി. ഇതിനെ അവിടെ ഒറ്റയ്ക്കാക്കി പോവാനും തോന്നുന്നില്ല. അവർ 2 പേരെയും കൽപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നു. ദത്തനൊന്നാകത്തേക്ക് വന്നേ, അവൾ ഗൗരവത്തിൽ വിളിച്ചു.
എന്താ കാര്യം പറയാ, നീ വാ. അത് പറഞ്ഞ അകത്തേക്ക് പോയി. പിന്നാലെ ദത്തനും. എന്താ കാര്യം വേഗം പറ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആ പെണ്ണും പുള്ളിയോട് എന്നെ വെറുതെ ചൊറിയാൻ വരണ്ടെന്ന് പറഞ്ഞേക്ക്. എനിക്ക് ആവശ്യത്തിനുള്ള തടിയും ഹൈറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ ന്യൂ ജനറേഷൻ അല്ലെങ്കിലും പ്രായം തോന്നിക്കില്ല. പിന്നെ സ്യൂട്ടോമോയ്ക്കൊക്കെ ഷോർട്ടാണല്ലോ, പക്ഷെ നല്ല ക്യൂട്ടല്ലേ. അതിനതൊക്കെ ആരാ? ദത്തൻ അന്തം വിട്ട് ചോദിച്ചു. നിനക്ക് സ്യൂട്ടോമോനെ അറിയില്ല? അവരൊക്കെ കൊറിയൻ ഡ്രാമ ആക്ട്രസ് ആണ്. മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ അല്ല നായിക. അറിയില്ല? ഇതൊന്നും അറിയില്ലേ പിന്നെ എന്തിനാ ഈ സാധനം ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് നടക്കണേ? ഫോണിൽ തൊട്ടുകൊണ്ട് വർണ്ണ ചോദിച്ചു. ഇത് പറയാനാണോ നീ എന്നെ ഇവിടേക്ക് വിളിച്ചപ്പോ? അല്ല, ഞാൻ പോവാ കോളേജിക്ക്. ഞാൻ വരുന്ന വരെ നല്ല കുട്ടിയായിരിക്കണേ. അത് വർണ്ണ അവനെ കെട്ടിപ്പിടിച്ചു. ഈ സാധനത്തിനോട് വേഗം പോവാൻ പറഞ്ഞേക്ക്. അത് പറഞ്ഞ് ബാഗ് എടുത്ത് വർണ്ണ പുറത്തേക്ക് പോയി. ഇറങ്ങാൻ നേരം കോകിലൊന്ന് നോക്കി പേടിപ്പിക്കാൻ അവൾ മറന്നില്ല. എന്തിനാടാ കൊച്ചിനിങ്ങനെ വട്ടുപിടിപ്പിക്കണേ? കാണുമ്പോ തന്നെ അറിയാതെ ഒരു പാവാന്ന്. തിരിഞ്ഞു നോക്കി പോകുന്ന വർണ്ണയെ കണ്ട് കോകില പറഞ്ഞു. പാവം അതോ അവളെ വെച്ച് നോക്കുമ്പോ ഞാനാണ് പാവം. അവളുടെ തന്നെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ. പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അവളിവിടെ നിർത്തണേ? അത് പിന്നെ അവൾക്ക് വേറെ പോവാനിടയില്ലാത്തോണ്ടാ. എന്താ നിനക്ക് അവളെ ഹോസ്റ്റലാക്കായിരുന്നില്ലേ? അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയില്ല. സത്യം പറയാത്ത, നിനക്ക് അവളെ ഇഷ്ടാണോ? അല്ല. എന്നാ ഇനി ഇഷ്ടപ്പെട്ടൂടെ? പറ്റില്ല. എന്റെ എല്ലാ കാര്യം അറിയുന്ന നീ തന്നെ അത് പറയണം കോകില. പഴയ കാര്യം നിനക്ക് മറന്നൂടെ ദത്ത? പഴയത് മറന്നാ പിന്നെ ഈ ദത്തനില്ല. കാരണം ഇവിടെ നിന്നോട്ടെ, അതിന് എനിക്കൊരു കുഴപ്പമില്ല. അവളിവിടെ ഉള്ള കാലത്തോളം അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കും. പിന്നെ കോകില അതിനെ കുറിച്ചൊന്നും പറയാൻ നിന്നില്ല. ആ കോകില കാരണം എന്റെ സമയവും വൈകി. അത് വേഗത്തിൽ മുന്നോട്ട് നടന്ന് അനുവിന്റെ വീടിന് മുന്നിൽ വീണിയും അനുവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വർണ്ണയുടെ മുഖം കണ്ട് എന്തോ കാര്യം എന്ന് അവർ ഇരുവരും അന്വേഷിച്ചെങ്കിൽ അവളൊന്നുമില്ല എന്ന് പറഞ്ഞു. അവർ 3 പേരും ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ബുള്ളറ്റിൽ പോകുന്ന ദത്തിനെ കണ്ടത്. അവന് പിന്നാലെയിൽ അവന്റെ തോളിൽ കൈവച്ച് കോകില ഇരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് കാര്യം. എന്താ ഉണ്ടായെന്ന് പറ വർണ്ണ മോളെ. വേണി അവരെ പോകുന്നു നോക്കി ചോദിച്ചു. വർണ്ണ നടന്ന കാര്യങ്ങളെല്ലാം അനുവിനോടും വേണിയോടും എല്ലാം തുറന്നു പറഞ്ഞു. ഇതാണ് കാര്യം, നീ വിഷമിക്കാതെ പറഞ്ഞേ, കോകില നമുക്ക് ഒതുക്കാം അനു പറഞ്ഞു. പിന്നെ ഓരോ ചളിയും തമാശയൊക്കെ പറഞ്ഞ് അനുവും വേണി അവരുടെ മൂഡ് ഓഫ് മാറ്റി. ദത്ത, നല്ല മഴ വരുന്നുണ്ട്, വീട്ടിലേക്ക് പോവാം. വൈകുന്നേരം കല്ലെങ്കിലിരിക്കുമ്പോ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു. അതേടാ, നല്ല മഴ വരുന്നുണ്ട്, വേഗം വീട്ടിലേക്ക് പോവാം. നിങ്ങൾ വിട്ടോടാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നുള്ളൂ. അത് കേട്ടതും ബാക്കി എല്ലാവരും പോയി. മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയതും ദത്തൻ ചായക്കടയിലേക്ക് കയറി നിന്നു. പറഞ്ഞ വരുന്ന ബസ് വന്നിട്ട് അതിൽ അവൾ ഉണ്ടായിരുന്നില്ല. ഇവളിത് എവിടെ പോയി? ബസ് വന്നല്ലോ. സാധാരണ ഈ ബസ്സിൽ വരണ്ടല്ലേ? ഇനി രാവിലത്തെ ദേഷ്യത്തിൽ പിണങ്ങി എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവോ? അവൻ ഓരോന്നാലോചിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നോക്കിയിരുന്നു. അടുത്ത ബസ് ഇന്ന് വന്നില്ല. ഇന്ന് പഞ്ചറായിട്ട് റോഡിൽ കിടക്കാണ്. ഇനി 5:30 ബസ്സാണുള്ളത്. ചായക്കടയിലിരുന്ന് ആരോ പറയുന്നത് കേട്ടത് നേരെ പുറത്തേക്ക് ഇറങ്ങി. വണ്ടി എടുത്ത് മുന്നോട്ട് ചീറിപ്പാഞ്ഞു. എന്താടി അടുത്ത ബസ് കാണാനില്ലല്ലോ, അനു പറഞ്ഞു. ഇനി ചിലപ്പോ മഴ കാരണം ബസ് പോയി കാണും. നമുക്കൊരു ഓട്ടോ വിളിച്ചു പോയാലോ? വേണി ചോദിച്ചു. ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇവിടെ ദൂരണ്ട്. ഈ ഒരു കൊടയിൽ നമ്മൾ 3 പേരും അവിടെ എത്തുമ്പോഴേക്കും ആകെ നനയും. അടുത്ത ബസ് വരട്ടെ. വീട്ടിൽ പോയിട്ട് മല മറക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. അവർ 3 പേരും ചളിയും പറഞ്ഞ് മഴവെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിച്ചു നിന്നു. ദത്തൻ നേരെ പോയത് വർണ്ണയുടെ കോളേജിലേക്കാണ്. കോളേജ് ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. ഗേറ്റിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ വർണ്ണയില്ല. ദത്തൻ വണ്ടി തിരിച്ചു വരുന്ന വഴിയിൽ എല്ലാം വർണ്ണയെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഈ പെണ്ണിതെവിടെ പോയി? എൻ്റെ ഈശ്വര, വിളിക്കാൻ ഒരു ഫോൺ പോലും ഇല്ലല്ലോ. ദത്തൻ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി. എടി പറഞ്ഞേ, ഇത് നിന്റെ കെട്ടിയൊന്നുമില്ലടി. റോഡിലേക്ക് നോക്കി വേണി പറഞ്ഞു. അതെ, ഇവനെന്താ ഈ മഴയത്ത് ഇവിടെ? ചിലപ്പോ എന്നെ അന്വേഷിച്ചു വന്നായിരിക്കും, അനു പറഞ്ഞു. പിന്നെ അവൻ എന്നെ അന്വേഷിച്ചു വരെ നാടകമെല്ലാം പറയടി. നീ എന്തായാലും ഒന്ന് പോയി ചോദിക്കടി, അനു അവളെ തള്ളിക്കൊണ്ട് പറഞ്ഞു. വർണ്ണ അനുവിന്റെ കയ്യിലെ കൊടയും വാങ്ങി റോഡിലേക്ക് ഇറങ്ങി. റോഡിന്റെ അപ്പുറത്താണ് ദത്ത നിൽക്കുന്നത്. അവൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം കിടന്നു. നീ ആരുടെ അമ്മനെ കെട്ടിക്കാൻ പോയതാണ് ഈ മഴയത്ത്? സമയം എത്രയെന്ന് വിചാരം?
ദത്തൻ അവളെ കണ്ടതും അലറിയും. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.